ഇടുക്കി മാങ്കുളത്ത് വീണ്ടും സമരത്തിനൊരുങ്ങി ജനകീയ സംരക്ഷണ സമിതി. വനം വകുപ്പും പോലീസും ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ് പരാതി. പെരുമ്പൻകുത്ത് സംഘർഷത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണം ഏകപക്ഷീയമാണെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ജനുവരി 4-നാണ് പെരുമ്പൻകുത്തിലെ വാച്ച് ടവർ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ സമരക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് പോലീസ് ഒത്തുകളിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അറസ്റ്റിലായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസിനെതിരെ നിരവധി കേസുകൾ വനം വകുപ്പ് വീണ്ടും ഫയൽ ചെയ്യുന്നതിനാൽ ജാമ്യം ലഭിച്ചിട്ടില്ല. മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ മർദ്ദിച്ച DFOയെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായിട്ടില്ല. മാങ്കുളത്ത് വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്കെതിരായി രണ്ടാം ഘട്ട സമരത്തിന് മാങ്കുളം ജനത രാഷ്ട്രീയ മത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായിട്ട് വീണ്ടും പൊരുതാനിറങ്ങിയാണ്. ഞങ്ങളുടെ സമരങ്ങൾ ഞങ്ങൾ തുടരാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുക. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ രാജപാത തുറന്നു കെട്ടുക, മലയോര കവിയുടെ അലൈൻമെൻറ്റ് പുനഃസ്ഥാപിക്കുക, DFOയെ സ്ഥലം മാറ്റുക, ജോയിൻറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക, വനംവകുപ്പിൻ്റെ അന്യായമായ കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കുക മുതലായവയാണ്. ഇതോടനുബന്ധിച്ചുള്ള മറ്റ് കാർഷിക പ്രാദേശിക ആവശ്യങ്ങളും ഞങ്ങൾ ഉയർത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വനം വകുപ്പുമായി തർക്കം നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിലെ ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമരം നടത്താനാണ് സമരസമിതി ആലോചിക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപന സമ്മേളനം ശനിയാഴ്ച നടക്കും. 24 ഇടുക്കി.